കേരള തമിഴ്നാട് അതിർത്തിയായ പന്തല്ലൂരിൽ 3 വയസ്സുകാരിയുടെ ജീവനെടുത്ത പുലിയെ വനംവകുപ്പ് പിടികൂടിയിരിക്കുകയാണ്. മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിലാണ് പുലിയെ മയക്കുവെടിവെച്ച് പിടികൂടിയത്. കൂട്ടിലേക്ക് മാറ്റിയ പുലിയെ മുതുമലയിലെ ഉൾക്കാട്ടിൽ തുറന്നുവിടാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. ഇന്നലെയും ഇന്നുമൊക്കെയായി പുലിയെ പിടികൂടാൻ വൈകുന്നതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടു. റോഡ് ഉപരോധിച്ചുള്ള പ്രതിഷേധത്തിലേക്ക് അവർ കടക്കുന്നത് നമ്മൾ കണ്ടു. പുലിയെ കാണിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാർ ഇന്നും ദേശീയപാത ഉപരോധിച്ചു. പുലിയെ പിടികൂടിയതോടെ ഗൂഡല്ലൂർ നിവാസികളുടെ ദിവസങ്ങൾ നീണ്ട ആശങ്കകൾക്കാണ് വിരാമമാകുന്നത്. എന്നാൽ നാട്ടുകാരുടെ പ്രധാന ആവശ്യം നരഭോജി കടുവയെ വെടിവെച്ച് കൊല്ലണം എന്നതാണ്. അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് റോഡ് ഉപരോധിച്ച നാട്ടുകാരെ പോലീസ് വിരട്ടിയോടിച്ചു. വനംവകുപ്പ്, RRT, കുങ്കിയാന, വൈറ്റിനറി ഡോക്ടർ തുടങ്ങിയ 100 അംഗ സംഘം നടത്തിയ തിരച്ചിലിലാണ് പുലിയെ മയക്കുവെടി വെച്ച് പിടികൂടിയത്. തുടർന്ന് മുതുമല വന്യജീവി സങ്കേതത്തിൽ തുറന്നുവിടാനായി വനംവകുപ്പിന്റെ വാഹനത്തിൽ കൊണ്ടുപോയി. എന്നാൽ പിടികൂടിയ പുലിയെ കാണിക്കാത്തതിനാൽ പിടികൂടിയെന്നതിൽ വിശ്വാസമില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഒന്നൊന്നല്ല, ഒരുപാട് പുലികൾ ഇവിടെ ഉള്ളതാണ്. പിടിച്ചെന്നാണ് പറയുന്നത്. ഒരു പുലിയിലും പിടിച്ചിട്ട് ഇവിടെ ആരെയും കാണിച്ചിട്ടൊന്നുമില്ല. പോരാട്ടന്റെ വ്യക്തമായ ഒരു തീരുമാനവും കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക്. ഞങ്ങളെ ദുരിതാവസ്ഥ അങ്ങനെ തന്നെയായി കഴിയത്തീരും. നീലഗിരി കളക്ടർ അരുണ സമരക്കാരുമായി ചർച്ച നടത്തി കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി. എന്നാൽ സ്വീകരിക്കാൻ ഇവർ തയ്യാറായില്ല. കൊല്ലപ്പെട്ട 3 വയസ്സുകാരി നാൻസിയുടെ മൃതദേഹം നാളെയായിരിക്കും പോസ്റ്റ്മോർട്ടം നടത്തുക. മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധത്തിനും പ്രയത്നത്തിനും ഒടുവിൽ പുലി കൂട്ടിലായെങ്കിലും ഇവിടുത്തുകാരുടെ ആശങ്ക നീങ്ങുന്നില്ല. കാട്ടാൻ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ നടുവിലാണ് ഇവരുടെ ജീവിതം. ക്യാമറാമാൻ മുനീർ ചിരിയുന്നൊപ്പം സമീർ ബിൻകരി, 24 ഗൂഡല്ലൂർ. പൊതുജനം കഴുതയല്ല സാർ. പേരിന് തിരച്ചിൽ നടത്തി പോകുന്നതല്ലാതെ ഒരു കൂട് സ്ഥാപിക്കാൻ പോലും പലപ്പോഴും വനംവകുപ്പ് തയ്യാറാകുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഈ പുലിയുടെ ആക്രമണവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ തന്നെ നിരവധി തവണ ഇതിനു മുമ്പും ആക്രമണങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. കഴിഞ്ഞ ദിവസവും ആക്രമണം ഉണ്ടായിട്ടുള്ളതാണ് ഒരു കുട്ടിക്ക് നേരെ. ഈ പശ്ചാത്തലത്തിൽ വനംവകുപ്പിൻ്റെ കൂടുതൽ കാര്യക്ഷമമായ ഇടപെടൽ വേണം എന്നുള്ള ആവശ്യം അവിടെയുള്ള നാട്ടുകാർ മുന്നോട്ട് വച്ചിരുന്നു. പക്ഷേ അത് നാട്ടുകാരുടെ ആവശ്യപ്രകാരമുള്ള ഇടപെടൽ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നുള്ള പരാതി അവർ ശക്തമായി ഉയർത്തുന്നുണ്ട്. 3 വയസ്സുകാരിയെ പുലി ആക്രമിച്ചു കൊന്നതോടെ കുട്ടികളെ സ്കൂളിൽ വിടാൻ പോലും ഭയമാണ് അവിടെയുള്ള രക്ഷിതാക്കൾക്ക്. ഏറെ നാളായി ഭീതി പരത്തിയ പുലി കൂട്ടിലായിട്ടുണ്ടെങ്കിലും വന്യമൃഗശല്യം ഇനിയും തുടരുമോ എന്ന ആശങ്ക അവിടെയുള്ള പ്രദേശവാസികൾക്കുണ്ട്. കേൾക്കാം നാട്ടുകാർക്ക് പറയാനുള്ളത്. ഇപ്പോൾ പുലിനെ പിടിച്ചല്ലോ, ഈ കുട്ടീനെ പിടിച്ച പുലിനെ തന്നെയാണ് ഇവർ പിടിച്ചതെന്നുള്ള എന്താ സംശയം? 144 പുലിയിലുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഓർണത്തിൽ ഈ 144 ഏതാണെന്ന് വിചാരിച്ചിട്ടാ എനിക്കത് വിശ്വസിക്കാൻ പാടാണ്. എന്ത് ചെയ്തു ഒരു കാര്യമില്ലാതെ പോയി. രാവിലെ തൊട്ടും വൈകുന്നേരമൊക്കെ വെറുതെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ഞങ്ങളൊക്കെ ഇന്നലെ വൈകുന്നേരം 5 മണിക്കൊന്നും തുടങ്ങിയെന്ന്. അത്ര തന്നെ ഉള്ളൂ. ഇവിടുത്തെ ഭരണാധികാരി ഫുള്ളും പോലീസിന് പവർ കൊടുത്തുക. ഞങ്ങൾ വലിയ പാവങ്ങൾ புலியும் அடிச்சும் ஆணி அடிச்சும் ஜீவிக்கலாம். பிடிச்சாச்சின்னு சொல்கிறாங்க. அது உண்மையாக பொய்யான்னு தெரியலைங்க. அவங்க காட்டினா தான் தெரியும் புலியை பிடிச்சாச்சா பிடிக்கலையான்னு. ஆனால் இது ரொம்ப கொடுமையான வேதனைங்க. நம்ம குழந்தையா இருந்தால் எவ்வளோ வேதனை. இதோட 5 பேர் ஆச்சாங்க, பிடிக்கல. இப்படி போராட்டம் பண்ணுறவங்களாம் அடிதடி அடித்து இப்படி விரட்டுறாங்களே. 2 பசங்களை அப்படி அடிக்கிறாங்க. அவங்க வீட்டில், அந்த அதிகாரிங்க வீட்டில் இந்த சம்பவம் நடந்தால் சும்மா இருப்பாங்களா? இந்த அரசியலில் சொல்லப்போனால் மக்களுக்கு எந்த பாதுகாப்பும் இல்லை. புலி அடித்து கொள்ளலாம், யானை அடித்து கொள்ளலாம், ஒரு 10 லட்சத்தை கொண்டாந்து கொடுத்துட்டு போயிட்டு வாங்கம்மான்னு சொல்லி அனுப்பிட்டுருக்குறாங்க. இது என்ன இது நியாயம்? 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.